ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ എനർജീനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അവരുടെ ബ്ലോക്ക് എനർജീനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്താണ് അവർ ചിന്തിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എന്താണ്? പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, വേൾഡ് കാർഡ് ആൻഡ് ടവർ എനർജി. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് കറൻ്റ്ലി ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകും. ഇത് ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. ടവറിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് സഡൻ ചേഞ്ചായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. കാരണം വളരെ വാല്യൂഡായിട്ട് പോയിക്കൊണ്ടിരുന്ന, ഇത് വേൾഡ് കാർഡാണ്, വാല്യൂഡായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള സ്ട്രഗ്ലിംഗ് അവസ്ഥയാണ് കാണുന്നത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സന്തോഷത്തോടെ ഒരു ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു സഡൻ ബ്രേക്കപ്പ്, അതാണ് ഇവിടെ സിറ്റുവേഷനായിട്ട് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജീനകത്ത് പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ഇത് നിങ്ങളുടെ വ്യക്തി അവരുടെ പേഴ്സണൽ ലൈഫിൽ, ഓക്കെ, അതായത് ഇപ്പം അവർ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിനകത്ത് അവർക്ക് ഒരു ഫ്രീഡം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. മീൻസ് നിങ്ങൾ അബ്രോഡ് അല്ലെങ്കിൽ ആ പേഴ്സൺ അബ്രോഡ്, അങ്ങനെയുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങൾ, ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. ഇവിടെ നിങ്ങളെ ഇൻഫോം ചെയ്യണം, എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം, മെസ്സേജ് അയക്കണം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡോടെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ലൈഫിൽ പല കാര്യങ്ങൾ ലിമിറ്റിൽ അധികമാണ് അല്ലെങ്കിൽ ലിമിറ്റിൽ ക്രോസ് ചെയ്തു എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ഇത് ഫ്രീ സ്പിരിറ്റ് ആകാനാണ് മെയിൻലി ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് അവരുടെ ലൈഫ് സിറ്റുവേഷനകത്ത് ഇപ്പം അവർ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ, അതിപ്പം തേർഡ് പാർട്ടീൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷനകത്ത് നിന്നും ഒരു ഫ്രീഡം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വിചാരിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ കൺഫർമേഷനാണ്. നിങ്ങളിപ്പോൾ ബ്ലോക്കിലൊക്കെ വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ബ്ലോക്കാക്കി വെച്ചേക്കുവാണ്, നിങ്ങൾക്കിപ്പം എവിടെയും കോണ്ടാക്ട് ചെയ്യാൻ ഒരു അവസ്ഥയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്, നിങ്ങളുടെ എനർജിയിലേക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്ത് നിന്നും ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണ്, മെസ്സേജ് പ്രതീക്ഷിക്കാവുന്നതാണ്, ഇൻഫർമേഷനാണത്. ബിക്കോസ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്താണ് അവിടെ നടക്കുന്നത്, നിങ്ങൾ ചിലപ്പം ഒരുപാട് നാളായിട്ട് ഈ ഒരു റിലേഷനിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും. വരുന്നു പോകുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എനർജി കുറേ നാളുകൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ടെൻഡൻസി, ഭയങ്കരമുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് കാണുന്നത്. സോ പോസിബിലിറ്റി ആണ് നിങ്ങളുടെ അടുത്തോട്ട് ഈ പേഴ്സൻ്റെ ഫീലിങ്സിനകത്ത് ന്യൂ ലവ് കാണുന്നുണ്ട്, പുതിയതായിട്ട് അവർക്ക് സ്നേഹം തോന്നുന്നുണ്ട്. അതുപോലെ ഇവർ ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സർപ്രൈസ് തരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സർപ്രൈസിങ് ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളും ഹാർഡായിട്ട് നടന്നിട്ടുള്ളൊരു മനസ്സ് ഭയങ്കര സെൻസിറ്റീവായി വരുന്നത് പോലെയാണ് കാണുന്നത്. ഒരു ചേഞ്ച് ആണത് കേട്ടോ. പിന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട്.
ഇവർക്കൊരു ലാസ്റ്റ് സ്റ്റാൻഡ് എടുക്കണം, നിങ്ങളിലേക്കൊരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കണം, അത് നിങ്ങളെ അറിയിക്കണം. അതാണ് മെയിൻലി ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ചിന്തകൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുമ്പം ഇവർക്ക് നേരം പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭയങ്കരമായിട്ടും ഈ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നൊരവസ്ഥ. ഡിസിഷൻ ഇവർക്ക് എടുക്കണം എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത്രയും നാളും ഒറ്റയ്ക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജീനകത്ത് ഒരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്. അത് ഇൻഡ്യൂഷനെ കാണിച്ചു തരുന്നതാണ്. ഒരുപാട് ഇൻഡ്യൂഷനുള്ള ആളാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി. അതായത് അവർക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ഇൻഡ്യൂഷനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിലും എന്തൊരവസ്ഥയാണെങ്കിലും ഇത്രയും നാളും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ ഫോക്കസ്ഡായി പിന്നെ അവർ തന്നെ സ്വയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ ലൈഫിനെ ഫോക്കസ് ചെയ്ത് പോയ ഒരാളുടെ അവസ്ഥ. അപ്പം കറൻ്റ്ലി ഇവിടെ ഈ പേഴ്സണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു പോസിറ്റീവ് കാര്യമാണ് ചേഞ്ച് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ നെക്സ്റ്റ് ആക്ഷനായിട്ട് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് അയക്കുക, മെസ്സേജ് അയക്കുക. ചിലപ്പോൾ ഇവർ മെസ്സേജ് അയക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങളുടെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് അത് ക്ലെയിം ചെയ്യുക. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു റിസൾട്ട് ഇല്ലാതെ ഹാർഡ് വർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജീസ്. ഇതിലെന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടന്നോളും എന്ന് പറഞ്ഞ് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ വ്യക്തിയും. അതുപോലെ നിങ്ങളുടെ എനർജിനകത്ത് നിങ്ങളും കറൻ്റ്ലി ഇപ്പം അങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവും. അത് പോസിറ്റീവ് തന്നെയാണ്. ലെറ്റ് ഗോ ചെയ്തിരിക്കുക. അപ്പം ലോങ് ടേം ടൈമായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഈ പേഴ്സണും അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും നാളും ഒറ്റയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വേറെ ആരെയും ചൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇത്രയും നാളും ഒറ്റയ്ക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളത് ഇവരുടെ ആഗ്രഹമാണ്. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പൊസസീവ്നെസ് ഉള്ള ഒരാളുടെ എനർജിയാണ്. ഒരുപാട് പൊസസീവ്നെസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതായത് ഇപ്പം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് അറിയാനും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അതായത് മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല. ആ ഒരു പൊസസീവ്നെസ് ഇവർക്കുണ്ട്. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. അവർക്ക് കൊടുത്തിട്ടുള്ള കെയറിങ് സപ്പോർട്ടെല്ലാം അവർക്ക് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി ഈ പേഴ്സണെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം എന്നുള്ളത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയും അതുപോലെ തന്നെ 4 ഓഫ് വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തൊരു ഡീപ്പ് കണക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. 4 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഇവർക്ക് പ്രപ്പോസിങ് ആയിട്ട് കുറേ പേര് പോകുന്നുണ്ട്. അതായത് ഇവരുടെ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ കയറി ചെല്ലുന്നുണ്ട്, പ്രപ്പോസ് ചെയ്ത് കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ അവരതിനെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളെ മതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല എന്ന പോസസീവ്നെസ് കാണിക്കുന്നതിന് ക്ലാരിറ്റി ആയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിച്ചിരിക്കുക, നിങ്ങളുടെ അടുത്ത് കൂടുതലും നിങ്ങളുടെ പ്രസൻസ് വേണം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിരിക്കുന്ന ഒരാൾ. ഓക്കെ, അപ്പം ഇപ്പം അവരുടെ കറണ്ട് ഫീലിങ്സ് അപ്പം നോക്കുമ്പം ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലെ നല്ല ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുകയാണ്. അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അവർ ആ ചിന്തകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നതാണ്. ജസ്റ്റിസിൻ്റെ കാർഡ് അഗെയിൻ വന്നിട്ടുണ്ട്. നേരത്തെയും ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജി ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക്
ഒരു ക്ലാരിറ്റി തരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, നിങ്ങൾക്കൊരു ഈക്വാലിറ്റി തരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മിറർ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. നിങ്ങളിപ്പം റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയിരുന്ന സമയത്ത് അവർ ഒരുപാട് ചേസ് ചെയ്ത് പോയി അവരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതേ എനർജിയിൽ നിങ്ങൾ ആ ഒരു സമയത്ത് കടന്നു പോയിട്ടുള്ള ആ ഒരു ഇമോഷണൽ പെയിനിലൂടെ ഇപ്പം നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവർക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഇത് കടന്നു പോയിട്ടുള്ള സ്റ്റേജ് എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഈക്വാലിറ്റി തരണമെന്ന് നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, സെലിബ്രേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഡേറ്റിംഗ് കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്രയും നാളും ഭയങ്കര അധികാരത്തോടെയാണ് നിങ്ങളുടെ വ്യക്തി ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഇടപഴകാൻ അവർ തയ്യാറാവുന്നുണ്ട്. സെലിബ്രേഷനും കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത് ഹാർട്ട് പെയിൻ അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇമോഷണൽ പെയിൻ നല്ല രീതിക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട്. സോ ഇവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോകുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പം നിങ്ങളടുത്ത് ഇവരുടെ വേദന അവരറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദന എന്താണോ അതിപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഡൗൺ ആയി, ഹാർട്ട് ബ്രേക്ക് ആയിരിക്കുന്ന ഒരവസ്ഥ, സഫർ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. നിങ്ങൾ സഫർ ചെയ്തതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ കറൻ്റ് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഡബിൾ കാർഡിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളടുത്ത് ഫിസിക്കൽ അട്രാക്ഷൻ നല്ല രീതിക്ക് തന്നെ ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത്. മേ ബി നിങ്ങളുടെ മെമ്മറീസിലുള്ള കാര്യങ്ങളായിരിക്കാം, പാസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കാം. അത് വളരെ മെൻ്റലി അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റൊമാൻറ്റിക് എനർജി, ഒരു മിസ്സിങ് എനർജി വളരെയധികം അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അറ്റാച്ച്മെൻ്റ് ആണ്, ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഷാഡോ സെൽഫും ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അവരുടെ അടുത്ത് ഇപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തർക്കിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരോട് ഷൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുണ്ട്, ഹീലായി പോയിട്ടില്ല, അതൊന്നും മറന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ മറന്നു പോയിട്ടില്ല എന്നുള്ളതും അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും പൊസസീവ്നെസ് കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ടും അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ദ എംപ്രസ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതും ഒരു റൊമാൻറ്റിക് എനർജി, ഒരു ഫിസിക്കൽ സെക്ഷുവലി ഉള്ള അട്രാക്ഷൻ വളരെയധികം ഈ പേഴ്സണ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മിസ്സിങ് എനർജിയാണ് നിങ്ങളെ. അതായത് റൊമാൻറ്റിക്കലി നമുക്കിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്യുക, നമുക്കൊരു ഡീപ്പ് കണക്ഷൻ അങ്ങോട്ട് ഫീൽ ചെയ്യുക, അവരെ വേണം എന്നുള്ളൊരു തോന്നുക, അങ്ങനെയുള്ളൊരു എനർജിയാണിത്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു ഗുഡ് പാരൻറ്റിങ് പോലെയുള്ള ആ ഒരു സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫൈനലി ഒരു കാർഡ് കൂടി, സ്റ്റാർ കാർഡാണ്. ഇതെല്ലാം ശരിയാകും, ഇതെല്ലാം ഹോപ്പിൻ്റെ കാർഡാണ്. ഒരു ദിവസം ശരിയാകും എന്നുള്ളത് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള, അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹീലാകും, അവർ ഫോർഗീവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇവർ ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കാമായിട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവിടെ ചാടിക്കയറി നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും കൂടി ഗുരുതരമായി പോകുമോ എന്നുള്ള രീതിയിൽ അവർ കാമായിട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാകും എന്നുള്ളൊരു ഹോപ്പ് ഈ പേഴ്സൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇതാണ്. ഇവിടെ സോഡിയക് സൈനായിട്ട് കിട്ടിയിട്ടുള്ളത് അക്വേറിയസ് ഉണ്ട്, ലിബ്ര ഉണ്ട്, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, ക്യാൻസർ, ഏരിയസ് again, വീനസ്, ലിബ്ര, കാപ്രിക്കോൺ, ലിബ്ര, ടോറസ്, ക്യാൻസർ, 3 കാർഡ് കൂടി, സോഡിയക് സൈൻ 3 കാർഡ് കൂടി, ടോറസ്, വിർഗോ, സാജിറ്റേറിയസ്. ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് നോക്കാം. (2442) letter C, letter A number 1,
ലെറ്റർ കെ, ലെറ്റർ എൽ 42, ലെറ്റർ എം 23, 23 again, letter M again 37, letter R number 1 again വന്നിട്ടുണ്ട് 11, 34 letter A again 30, letter L 21, 34 letter Q, 38 letter S 13 and 28, letter H 38, 25, 43, letter R again വന്നിട്ടുണ്ട് 11, 5, 24, letter C 25, letter F 45, 33, T 6, letter C again D 7. ഓക്കെ, ഇന്ന് കുറച്ച് കൂടുതലാണ് തോന്നുന്നു ക്ലൂസ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ബർത്ത്ഡേ ഡേറ്റ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലെറ്റേഴ്സ്, നെയിം ലെറ്റേഴ്സൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യാം കേട്ടോ.